കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ചില ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഒരുപാട് കാലതാമസം ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ കരുതുമ്പോൾ, ബൈബിൾ ചില ദൈവിക വിടുതലുകളുടെ സമയത്തോടനുബന്ധമായി ദൈവപ്രവൃത്തിയും തുടർന്ന് അതിന് അവകാശിയായ വ്യക്തിയുടെ ജീവിതത്തിൽ അതിൻ്റെ ഫലം വെളിപ്പെട്ട സമയക്രമീകരണവും തമ്മിലുള്ള ആ ദൂരം, ദൈവപ്രവൃത്തിയും ആ ദൈവപ്രവൃത്തിക്ക് വിധേയനായ വ്യക്തിയുടെ ജീവിതത്തിൽ ആ മാറ്റം കണ്ണാലെ കാണാനെടുത്ത സമയവും തമ്മിലെ ദൂരത്തെ പല പേരുകളിൽ ബൈബിൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഡ്യൂറേഷൻ വളരെ ചേർന്ന് നിൽക്കുന്ന പല ദൈവിക വിടുതലുകളെക്കുറിച്ച് എഴുതപ്പെട്ട ഇടങ്ങളിലെല്ലാം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ക്ഷണത്തിൽ, അതിവേഗതയിൽ എന്ന് പറയുന്നതിന് സമാനമായി, പറഞ്ഞു നാക്കെടുത്ത് വായിലിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ ഇൻസ്റ്റൻ്റായി, ഇമ്മീഡിയറ്റായി ഒരു സഡൻ റിസൾട്ട് വന്ന ദൈവിക വിടുതലുകളുടെ പ്രവർത്തന മേഖലകളെയെല്ലാം ബൈബിൾ ക്ഷണത്തിൽ എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. നമ്മളെന്തിനാ ഇന്ന് രാവിലെ എല്ലാവർക്കും കിട്ടിയ വിടുതലൊക്കെ ക്ഷണത്തിൽ നടന്നോ, പതുക്കെ നടന്നോ എന്നൊക്കെ കേൾക്കുന്നേ? നമ്മളോട് ഈ ക്ഷണത്തിൽ എന്ന വാക്ക് കർത്താവ് ഇന്ന് രാവിലെ പറയുന്നത്, നമ്മളും ഒരുപാട് കാലം മുന്നോട്ടേക്ക് നീണ്ടുപോകുമെന്ന് കരുതുന്ന ചില വിഷയങ്ങൾ, നമ്മൾ കുറിച്ചു വച്ചിരിക്കുന്ന സമയപരിധികളെ പൊട്ടിച്ച് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു ദൈവിക വിടുതലിൻ്റെ മുഖാന്തരം കാണപ്പെടുന്നതിനാലാണ് ഇപ്പോൾ ഈ ദൈവാലോചന നമ്മളിങ്ങനെ കേൾക്കുന്നത്. ഞാൻ നിങ്ങളോട് ഈ രാവിലെ പ്രവചിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വളരെ ശക്തമായി നിങ്ങളോട് പറയാൻ കർത്താവിൽ ബലപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഏറെ മുന്നോട്ടേക്ക് നീണ്ടുപോകുമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ ദൈവിക പ്രവൃത്തിയുടെ ക്ഷണനേരത്തിൻ്റെ അകത്ത് കർത്താവ് അതിനെ നിങ്ങൾക്ക് വേണ്ടി റീസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യം, ഒരു അന്ധനായി ജനിച്ച് ജീവിച്ച മനുഷ്യൻ്റെ വർഷങ്ങൾ നീണ്ടു കിടന്നതായ തിമിരാന്ധതയെ, ശക്തമായ അന്ധതയെ, ഇരുട്ടിനെ യേശുവിൻ്റെ വാക്ക് പൊടുന്നനവെ മാറ്റിമറിച്ച് അയാളെ കാഴ്ചയുള്ളൊരു വ്യക്തിയാക്കി തീർത്തതിനെക്കുറിച്ചുള്ളതായ വിശദീകരണമാണ്. നമുക്കിത് വായിക്കുവാൻ നല്ല തന്നേക്കുന്നത്, നമുക്ക് ഈ ക്ഷണനേരത്തിൻ്റെ അകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെയും വിടുതലുകളെ പ്രാപിക്കുവാനുള്ള ദൈവപ്രവൃത്തിയുടെ ഒരു വേഗത നമുക്കുണ്ടാകുന്നതിനാൽ അതിനാനുപാതികമായി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇന്ന് രാവിലെ ഈ ദൂത് നമ്മുടെ അരികിലേക്ക് വരുന്നത്. സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സന്തോഷത്തോടുകൂടെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ മഹാനാമത്തിൽ നിങ്ങളെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഞാൻ വന്ദനം ചെയ്യട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ തിരുവചനം ഇങ്ങനെ നമ്മളോട് പറയുന്നു: ക്ഷണത്തിലവൻ കാഴ്ച പ്രാപിച്ചു, ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. യേശുവിനെ അന്ധനായിരുന്ന മനുഷ്യൻ അനുഗമിച്ചു. ജനമെല്ലാം ഇത് കാണുകയാണ്. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. കർത്താവിനെ ആരും സ്തുതിച്ചു പോകുന്ന വിധത്തിൽ, ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ മാറ്റം ദൈവം ഇന്നു പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെക്കുറിച്ച് അറിയാവുന്നവരും നമ്മുടെ മേൽവിലാസം അറിയാവുന്നവരും നമ്മൾ ജനിച്ച കാലം മുതൽ നമ്മുടെ അവസ്ഥയ്ക്ക് അകത്ത് സന്തത സഹചാരികളായി നിൽക്കുന്നവരും ജന്മനാ ഉള്ളതും മാറ്റം വരാത്തതുമെന്ന നിലയിൽ നമ്മുടെ ലൈഫിനകത്ത് എഴുതിയിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലിനാൽ മാറി മറിയുമ്പോൾ ആ കാഴ്ച കണ്ട് അവരൊക്കെയും അത്ഭുതം കൂറുന്ന വിധത്തിലുള്ള ചില ദൈവിക പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ കർത്താവ് ആരംഭിക്കാൻ പോകുന്നു. ഞാൻ ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ഇവിടെ തന്നെ നിന്നുകൊണ്ട് പറയുന്നു. ആരംഭിച്ച കാലം മുതൽ ഇതുവരെയും ഗണ്യമായ മാറ്റമില്ലാതെ കിടക്കുന്ന ചില പ്രസ്ഥാനങ്ങളും ചില ശുശ്രൂഷകളും സഭകളും ഇന്ന് കേൾക്കുന്ന ഈ ദൈവിക വാക്കിൻ്റെ മുൻപിൽ പൂർവാധിക ശക്തിയോടെ അഭിവൃദ്ധി പ്രാപിപ്പാനും അതിൻ്റെ ക്ഷീണിതാവസ്ഥയിൽ നിന്ന് ഊർജ്ജസ്വലമായി ഒന്ന് ഉണർന്നെണീക്കുവാനും പോകുകയാണ്. ദൈവമക്കളെ, ഇവിടെ ക്ഷണത്തിൽ എന്ന വാക്ക് പറയുമ്പോൾ ഈ വാക്ക് കേവലം ഒരു മനുഷ്യൻ്റെ സൗഖ്യത്തിൻ്റെ വേഗത മാത്രമായിട്ടല്ല കുറിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെയോ 10-40 വർഷത്തോളം ഒരു മനുഷ്യൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്ന അതികഠിനമായിരിക്കുന്ന ഇരുട്ടിൻ്റെ തടവറയെ
അതിവേഗതയിൽ പൊട്ടിച്ച് തകർത്ത് കളയുന്ന യേശു ക്രിസ്തുവിൻ്റെ പരമാധികാരത്തിൻ്റെ സ്വഭാവമാണ് ഈ ഒരു വാക്കിലൂടെ പരിശുദ്ധാത്മാവ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു എന്ന് പറയുമ്പോൾ കേവലം ഒരു അവയവത്തിന് വന്ന മാറ്റമല്ല, 40 വർഷത്തിലധികമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാതെ കടന്നൊരു വ്യത്യാസം ഇൻസ്റ്റൻ്റായിട്ട് ഫോം ചെയ്യപ്പെട്ടു വന്നതിനെക്കുറിച്ചുള്ള ആധികാരികമായൊരു സാക്ഷ്യമായിട്ടാണ് ഈ തിരുവെഴുത്ത് ഇന്ന് രാവിലെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, വർഷങ്ങളുടെ കാലപ്പഴക്കം, നാളുകളായി മാറ്റമില്ല എന്നുള്ളതായ ചിന്തകൾ, ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നുള്ളതായ മുൻവിധികൾ, അതൊക്കെ അങ്ങനായി തീരുകയേ ഉള്ളൂ, അവസാനിക്കുകയുള്ളൂ എന്നുള്ളതായ വിധിയെഴുത്തുകൾ, ഇതിൻ്റെ എല്ലാം പൊതു സ്വഭാവങ്ങളെ ഒറ്റ നിലയ്ക്ക് ഇല്ലാതാക്കുന്ന ഒരു അതിതീവ്രമായ പരമാധികാരം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മീതെ ഇന്ന് രാവിലെ അതിൻ്റെ ആധിപത്യവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ ആധികാരികമായിരിക്കുന്ന ശക്തിയാണ്. അതേ, ക്രിസ്തുവിൻ്റെ അധികാരം അന്ധനായിരിക്കുന്ന യാചകൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ വഴിയോരത്തെ ഭിക്ഷാപാത്രവുമായി ഇരിക്കുന്ന ഒരു തെരുവുതണ്ടി എന്ന പേരിൽ നാട്ടാർ കാണുന്നൊരു മനുഷ്യൻ്റെ ജീവിതം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യതുല്യ നിലവാരത്തിലേക്ക് ക്ഷണനേരം കൊണ്ട് അതിന് രൂപാന്തരം വന്നു എങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇരക്കേണ്ടി വരുമെന്ന് പോലും കരുതുന്ന ചില സാഹചര്യങ്ങൾ ഈ യേശുവിൻ്റെ അധികാരത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോവുകയാണ്. ഹല്ലേലൂയ! ഞാൻ നിങ്ങളോട് വേഗത തന്നെ പറയട്ടെ, കർത്താവ് അത്ഭുതങ്ങളുടെ നിർണായകമായൊരു നിമിഷമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ സമയത്തെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. നിൻ്റെ അവസ്ഥ മാറ്റുവാൻ, നിൻ്റെ മുഴുവൻ ചരിത്രത്തെയും കർത്താവിന് ഒന്ന് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യേണ്ട കാര്യമില്ല. ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ അന്ധതയ്ക്ക് പരിഹാരം വരുത്തിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൻ്റെയും ശക്തിയുള്ള ചരിത്രത്തെ അട്ടിമറിച്ചിട്ട് തൻ്റെ പദ്ധതി നിങ്ങളുടെ മേൽ പൂർത്തിയാക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിയിൽ കൊണ്ടുവരുവാൻ തക്കവിധം യേശുവിൻ്റെ വാക്ക് അധികാരമുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ അന്ധനായിരിക്കുന്ന മനുഷ്യൻ്റെ ഈ അന്ധതയേക്കാൾ, അവന് ഉള്ളതായ പ്രശ്നത്തിൻ്റെ ചരിത്രത്തേക്കാൾ പഴക്കമുണ്ട് യേശുവിൻ്റെ അധികാരത്തിന്. കാരണം ഭൂമി ഇരുട്ടിൽ കിടന്ന കാലവും ഒന്നുമില്ലാതെ ശൂന്യത മാത്രം നിലനിന്ന കാലവും യേശു കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് കാണുന്ന വിധത്തിൽ ഈ സൃഷ്ടി പ്രപഞ്ച ജാലാദികളെ ഒരുപോലെ അണിയിച്ചൊരുക്കിയ ഒരേ ഒരു ശക്തി, അത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ അധികാരമാണ്. ഹല്ലേലൂയ! ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം, എത്ര കാലമായി ഇതിങ്ങനെ എന്നുള്ള ചോദ്യത്തിൽ നിന്ന്, എത്ര നാളുകളായി നിങ്ങളിത് അനുഭവിക്കുന്നു എന്നുള്ള പലരുടെയും ഒരു പരീക്ഷണ ചോദ്യങ്ങളുടെ നടുവിൽ നിന്ന്, ആരാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിലേക്കുള്ള മാറ്റമാണ് നിന്റെ വിടുതലാകാൻ പോകുന്നത്. ഇന്ന് നിന്നോട് സംസാരിക്കുന്നത് കാര്യങ്ങൾ അറിഞ്ഞിട്ട് സഹതപിച്ച് വഴിപോക്കനെ പോലെ കടന്നു പോകാൻ വന്നു നിൽക്കുന്ന ഒരാളല്ല. നിന്റെ പ്രശ്നത്തിൻ്റെ ആഴം അവൻ നിന്റെ മുമ്പിൽ വന്നു നിന്ന് ആരായുമ്പോൾ ഒന്നെനിക്കറിയാം, ഇനി ആ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ആര് തപ്പി നോക്കിയാലും കാണാത്ത നിലയിൽ പരിഹരിക്കപ്പെട്ടിരിക്കും. കാരണം നിങ്ങളുടെ ലൈഫിൻ്റെ മുമ്പിൽ ഇന്ന് രാവിലെ ആ വിഷയത്തിന് അറുതി വരുത്താൻ വന്നു നിൽക്കുന്നവൻ്റെ പേര് നസ്രായനായ യേശു ക്രിസ്തു എന്നാണ്. ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ പ്രശ്നത്തിൻ്റെ ഡ്യൂറേഷൻ യേശുവിൻ്റെ വിധിയെ ഒരു വിധത്തിലും അട്ടിമറിക്കുന്നില്ല. യേശു ആദ്യം അവൻ്റെ കണ്ണിൽ നോക്കി അത്ഭുതമുണ്ടാകട്ടെ എന്നൊന്നും പറഞ്ഞില്ല. യേശു ആദ്യം ഇടപെട്ടത് അവൻ്റെ അറിവിൻ്റെ തലത്തിലാണ്, തിരിച്ചറിവിൻ്റെ തലത്തിലാണ്. ജനക്കൂട്ടം പറഞ്ഞു, നസ്രായനായ യേശു കടന്നു പോകുന്നു. ലൂക്കോസ് 18:37 ആ വചനമുണ്ട്. യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു. പക്ഷേ അന്ധനായ മനുഷ്യൻ വിളിച്ചത് അടുത്ത വാക്യത്തിലുണ്ട്. അപ്പോൾ അവൻ യേശുവെ, ദാവീദ് പുത്രായനോട് കരുണ തോന്നണമേ എന്നാണ്. ദാവീദിൻ്റെ പുത്രനായ യേശുവെ എന്നാണ് അന്ധൻ വിളിച്ച് പറഞ്ഞത്. അതായത് അതിശക്തമായൊരു ഭാഗം ഇവിടുത്തെ ഇതാണ്. ജനക്കൂട്ടം യേശുവിൻ്റെ ഒരു ജിയോഗ്രാഫിക്കൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞത്. ജീസസ് ഓഫ് നസറേത്ത്, യേശു എവിടെ ജീവിക്കുന്നു, യേശു എവിടെ നിന്ന് വന്നിരിക്കുന്നു, ഈ വാക്കാണ് അവർ പറയുന്നത്, നസ്രായനായ യേശു. പക്ഷേ അന്ധനായ മനുഷ്യൻ യേശുവിൻ്റെ ആ ഒരു മെസ്സിയാനിക് ഐഡൻറ്റിറ്റിയാണ് വിളിച്ചു പറഞ്ഞത്. സൺ ഓഫ് ഗോഡ്, സൺ ഓഫ് ഡേവിഡ്, ദാവീദിൻ്റെ പുത്രൻ. അതായത് യേശു ക്രിസ്തു കേവലം നസ്രായനായ ഒരു ഭൂപ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യനായിട്ടല്ല കുരുടനായ വ്യക്തി യേശുവിനെ വിളിച്ചു പറയുന്നത്. അയാൾ യേശുവിനെക്കുറിച്ച് വിളിച്ചു പറയുന്നത് ഇദ്ദേഹം ദാവീദിൻ്റെ സിംഹാസനം അലങ്കരിക്കാൻ വന്നിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഭാവി പ്രതീക്ഷയായ രാജാവ് എന്ന നിലയിലാണ്. കണ്ണുകൊണ്ട് കാണുന്നവർക്ക് നസ്രായനെ മാത്രമേ കാണാനാകുകയുള്ളൂ.
കണ്ണില്ലാത്തവൻ മിശിഹായെ തിരിച്ചറിഞ്ഞു. ഈ വാക്ക് എല്ലാവരും ഒന്നൊന്ന് മനസ്സിലാക്കണം. കണ്ണുള്ളവന് നസ്രായനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ കണ്ണില്ലാത്തവന് മിശിഹായെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഈ അന്ധനായിരിക്കുന്ന മനുഷ്യൻ്റെ സൗഖ്യത്തിൻ്റെ സംഭവം കേവലം ഒരു ഫിസിക്കൽ ബ്ലൈൻഡ്നെസ്സിൻ്റെ മാറ്റം കുറിക്കുന്ന ഒരു സംഭവം മാത്രമല്ല. കാഴ്ചയുള്ള ജനക്കൂട്ടത്തിൻ്റെ ആത്മീയ അന്ധതയും അന്ധനായ മനുഷ്യൻ്റെ ആത്മീയ കാഴ്ചപ്പാടും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ഒരു ഉണർവ് ആരംഭിക്കുന്നത് കണ്ണുകൾ തുറക്കുമ്പോഴല്ല, യേശു ക്രിസ്തു ആരാണെന്ന് ഹൃദയം തിരിച്ചറിയുമ്പോഴാണ്. നിങ്ങൾ സൗഖ്യം നൽകുന്ന യേശുവിനെയാണ് അറിഞ്ഞിട്ടുള്ളതെങ്കിൽ, അനുഗ്രഹിക്കുന്ന യേശുവിനെയാണ് അറിഞ്ഞിട്ടുള്ളതെങ്കിൽ, എല്ലാം വാരിക്കൊരു തരുന്ന ദാതാവായ യേശുവിനെയാണ് നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതെങ്കിൽ, നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് യേശുവിനെക്കുറിച്ച് ചില അറിവുകളേ ഉള്ളൂ. പക്ഷേ യേശുവിനെ നിങ്ങൾ കണ്ടെത്തിയ ഈ കാഴ്ചകൾക്ക് അതീതമായി നിങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ട്. യേശു ആ മനുഷ്യന് കേവലം കാഴ്ച മാത്രം നൽകുവാൻ വന്നവനായിരുന്നില്ല. മുഴുവൻ ലോകത്തിൻ്റെയും താറുമാറായി കിടന്ന മുഴുവൻ സിസ്റ്റത്തെയും റീക്രിയേറ്റ് ചെയ്യുവാൻ വന്ന ദൈവത്തിൻ്റെ മിശിഹയാണ് യേശു ക്രിസ്തു. ആമേൻ. ആ യേശുവിന് കുറച്ചുപേരെ ഇനിയും ആ പാപാവസ്ഥയിൽ അനുഗ്രഹിക്കുക എന്നുള്ളതല്ല യേശുവിൻ്റെ ഉദ്ദേശം. മനുഷ്യനെ തകിടം മറിച്ച് കളഞ്ഞ പാപത്തിൻ്റെ വേര് പൊട്ടിക്കാനാണ് കർത്താവ് ഇവിടേക്ക് കടന്നു വന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് യേശു എന്ത് ചെയ്യുന്നു? അവൻ സൗഖ്യം നൽകുന്നു, നല്ലത് തന്നെ. പക്ഷെ അവൻ നിങ്ങളുടെ പാപത്തെ എടുത്തു മാറ്റുന്നുണ്ടോ? യേശു നിങ്ങളെ ഉയർത്തുന്നു, അത് നല്ലത് തന്നെ. യേശു നിങ്ങൾക്ക് മാനസാന്തരം നൽകിയിട്ടുണ്ടോ? നിങ്ങൾക്കത് ഇന്നും ലഭ്യമായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇന്ന് രാവിലെ തിരിച്ചറിയണം, യേശു ഏതോ പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കുന്ന കേവല മൂർത്തിയല്ല. യേശു നിന്നെ മാറ്റുന്ന ദൈവമാണ്. നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന അതിശയത്തിൻ്റെ രൂപാന്തരീകരണ കർത്താവാണ്. ദൈവത്തിൻ്റെ പ്രിയ മക്കളെ, കണ്ണുള്ളവർ കാണുന്നത് കണ്ണ് തുറക്കുന്ന ദൈവത്തെയാണ് എങ്കിൽ കുരുടൻ്റെ നിലവിളിക്കകത്ത് കാണേണ്ട കർത്താവ് ആരാണെന്നുള്ളതിൻ്റെ വെളിപ്പാടുണ്ട്. എല്ലാവരും നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ദാവീദിൻ്റെ പുത്രനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തിരിച്ചറിയാൻ കഴിഞ്ഞു എങ്കിൽ ആ തിരിച്ചറിവാണ് ആ മനുഷ്യൻ്റെ കണ്ണ് തുറന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന പലതും ഓപ്പണാകുന്നത് യേശുനാമത്തിൻ്റെ ശക്തിയാൽ മാത്രമല്ല, യേശു ആരാണെന്നുള്ളതായ തിരിച്ചറിവിനാൽ കൂടെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാം, ഇതിനുള്ളതായ സ്വാതന്ത്ര്യം ദൈവത്തിനുണ്ട്. നിങ്ങളെ ദൈവത്തിന് തൊടാതിരിക്കാം, ദൈവത്തിന് നിങ്ങളുടെ കണ്ണ് തുറക്കാതിരിക്കാം, ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കാതിരിക്കാം. പക്ഷേ നീ ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ ദൈവിക വെളിപ്പാട് കൈക്കൊണ്ടൊരു ദൈവ പൈതലാണ് എങ്കിൽ നീ കെട്ടുന്നതിനെ ദൈവത്തിന് കെട്ടിയേ മതിയാകുകയുള്ളൂ. നീ അഴിക്കുന്നത് അവനും അഴിക്കുവാൻ സന്നദ്ധമായേ പറ്റൂ. കാരണം വെളിപ്പാട് കേവലം ഇൻഫോർമേഷൻ അല്ല, അത് ക്രിസ്തു സത്യത്തെക്കുറിച്ചുള്ളതായ പ്രഖ്യാപനമാണ്. ആ സത്യമാണ് ദൈവം, ആ ബോധ്യമാണ് ദൈവം. അതിൽ ആരതിനെ തൊടുന്നോ, ആ മനുഷ്യൻ ഏത് കാര്യത്തിന് മുമ്പിലാണോ ആ ദൈവിക ബോധ്യത്തെ സ്പർശിക്കുന്നത്, അവൻ്റെ ജീവിതത്തിൽ അത് ഇൻസ്റ്റൻ്റായി വെളിപ്പെടുക തന്നെ ചെയ്യും. യേശു കുരുടന് കാഴ്ച മാത്രം നൽകിയില്ല, അവനവന് നഷ്ടപ്പെട്ട ആ ഒരു ഐഡൻറ്റിറ്റി തിരികെ നൽകി. യേശു ചോദിക്കുന്നു, ഞാൻ നിനക്ക് കുഞ്ഞെ എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു? യേശുവിൻ്റെ പ്രശ്നം, യേശുവിന് അവൻ്റെ അവസ്ഥ അറിയാൻ വയ്യാത്തതൊന്നും അല്ല. യേശുവിന് അവൻ്റെ അവസ്ഥ നന്നായിട്ടറിയാം. സമൂഹത്തിൽ അവനൊരു ബ്ലൈൻഡ് ബെഗർ മാത്രമാണ്. എന്നാൽ ആളുകൾ അവനെ നിയന്ത്രിക്കുകയാണ്, അവനോട് മിണ്ടാതിരിക്കാൻ പറയുകയാണ്. പക്ഷേ യേശു അവനോട് ചോദിക്കുകയാണ്, നിനക്കെന്താണ് വേണ്ടത്? കുറച്ച് പേർ നിയന്ത്രിക്കുന്നു, കുറച്ച് പേർ ഭിക്ഷ കൊടുക്കുന്നു, കുറച്ച് പേർ ശാസിക്കുന്നു, കുറച്ച് പേർ മിണ്ടരുതെന്ന് പറയുന്നു. ഈ ചോദ്യങ്ങളെല്ലാം, ചലനങ്ങളെല്ലാം നടക്കുന്ന അവൻ്റെ ആ ഒരു പരിസരത്തിൽ ഒരാൾ മാത്രം അവനോട് ചോദിക്കുന്നു, എന്താണ് നിനക്ക് വേണ്ടത്? ഒരു ശബ്ദമുള്ളൊരു പേഴ്സൺ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഉണർവിൻ്റെ യാഥാർത്ഥ ആഴമുള്ള ഡയമെൻഷൻ ഇതാണ്. ദൈവം ഒരു മനുഷ്യൻ്റെ ഒരു പ്രശ്നം മാത്രം മാറ്റുന്നില്ല, ആ പ്രശ്നം അവൻ്റെ ജീവിതത്തിൽ നിന്ന് കാലങ്ങളായി മോഷ്ടിച്ച വ്യക്തിത്വവും ശബ്ദവും തീരുമാനശേഷിയും അവന് തിരികെ നൽകുന്നു. ഹല്ലേലൂയ. ഇനി നീ വഴിയരികിലെ അന്ധൻ മാത്രമല്ല, ഇനി നീ സംസാരിക്കുന്നവനാണ്, ഇനി നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഇനി നീ പിന്തുടരേണ്ടവനാണ്, ഇനി തീരുമാനശേഷിയുള്ളവനാണ് നീ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ കേവലം ചില കണ്ടീഷനുകളെ മാത്രം മാറ്റുകയല്ല,
ദൈവത്തിൻ്റെ കൃപ ഒരു മനുഷ്യനെ തന്നെ റീസ്റ്റോർ ചെയ്യുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് രാവിലെ ഒരു സൗഖ്യം കൊണ്ട് ഒതുങ്ങുവാനല്ല യേശു വന്നേക്കുന്നത്, ഒരു വിടുതലുകൾ കൊണ്ട് ഒതുങ്ങാനല്ല യേശു വന്നേക്കുന്നത്, ഒരു കല്യാണം നടത്തിക്കൊണ്ട് ഒതുങ്ങാനല്ല യേശു വന്നേക്കുന്നത്, വീടിന് പെയിൻ്റ് അടിച്ചിട്ട് തിരിച്ചു പോകാനല്ല യേശു വന്നേക്കുന്നത്, പുതിയ കാറ് തന്നിട്ട് തിരിച്ചു പോകാനല്ല യേശു വന്നേക്കുന്നത്, പുതിയ ജോലി തന്നിട്ട് കയ്യടി മേടിച്ച് പോകാനല്ല യേശു വന്നേക്കുന്നത്. ഇതൊക്കെ കിട്ടുന്നുണ്ടോ? നല്ലത് തന്നെ. പക്ഷേ യേശു നിന്നെ പുനഃസ്ഥാപിപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ദൈവ പദ്ധതിയിലേക്ക് റീസെറ്റ് ചെയ്യുവാൻ കർത്താവായ യേശു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കാഴ്ച പ്രാപിക്കുകയാണ് കുരുടൻ. ഹല്ലേലൂയ. ഈ കുരുടൻ കാഴ്ച പ്രാപിച്ചു എന്ന് നമ്മൾ ഇന്ന് ഈ 43-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, കാഴ്ച പ്രാപിച്ചു എന്നതിനേക്കാളും വലിയൊരു അത്ഭുതം അടുത്ത വാക്കിൽ അവിടെയുണ്ട്. ആ വാക്കാണ് അവനെ അനുഗമിച്ചു. എനിക്ക് വലിയൊരു സങ്കടമുണ്ട് ഈ വചനം പറയുമ്പോൾ. നമ്മുടെ ശുശ്രൂഷയിൽ 100 കണക്കിന് ആൾക്കാർ വന്ന് സൗഖ്യം പ്രാപിച്ചു പോയിട്ടുണ്ട്, ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു പോയിട്ടുണ്ട്, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു പോയിട്ടുണ്ട്, പ്രവചനം വന്ന് കേട്ടിട്ട് പോയിട്ടുണ്ട്, പണം തന്നിട്ട് പോയിട്ടുണ്ട്. എന്തു ഗുണം, എന്തു ഗുണം? അതിലെത്ര പേർ യേശുവിനെ അനുഗമിക്കുന്നു? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണല്ലോ ഞാൻ ദൈവസന്നിധിയിൽ കൊടുക്കേണ്ടത്. ദൈവമക്കളെ, എന്തോ മേടിച്ചിട്ട് ഓടാനല്ല, നിന്റെ കണ്ണ് തുറന്നവനെ ഇനി കൺവെട്ടത്തൊന്നും ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധം അനുഗമിക്കാനുള്ള ഒരു തീരുമാനം ഇന്ന് രാവിലെ നിനക്കുണ്ടാകട്ടെ. നിന്റെ ജീവിതത്തിനകത്ത് യേശുവിനെ നിന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് ഇനി മാഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല എന്നുള്ള ഒരു ഉജ്ജ്വലമായിരിക്കുന്ന ഒരു ശപഥത്തിലേക്ക് നിന്റെ ലൈഫ് ഇന്ന് രാവിലെ എത്തട്ടെ. നമ്മളിനി ആരാധിക്കുന്നെങ്കിൽ അത് യേശുവിനെ ആയിരിക്കുമെന്ന് കുടുംബങ്ങൾ തീരുമാനിക്കട്ടെ. ഈ കർത്താവിൻ്റെ പുറകെ വെച്ച കാലിനിയും മറ്റൊന്നിൻ്റെ പേരിലും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഗ്രഹനാഥന്മാർ തീരുമാനിക്കട്ടെ, ഗ്രഹനാഥന്മാർ തീരുമാനിക്കട്ടെ, യുവാക്കൾ തീരുമാനിക്കട്ടെ. നമുക്കവനെ അനുഗമിക്കാം. അവൻ അനുഗമിക്കാൻ കൊള്ളാവുന്ന മാതൃകയുള്ളവനാണ്. പിന്തുടരാൻ തക്കവിധം മാതൃകയുള്ളൊരു പാത ചുവടുകൾ അവൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് പോയേക്കുന്നത്. ഞാൻ വഴിയാണെന്ന് പറഞ്ഞവൻ്റെ പുറകെ പോകാതെ ഏത് വഴിയെ പിന്നെ നമ്മൾ പോകും? ഞാൻ ജീവനാണെന്ന് പറഞ്ഞവനെ അനുഗമിക്കാതെ നമ്മൾ എവിടെ പോയി ജീവിതമെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചിട്ട് എന്താ കാര്യം? ഒരു ജീവിതമാകുന്നത് യേശുവിനെ അനുഗമിക്കുമ്പോഴാണ്. ഒരു വഴി യാഥാർത്ഥ വഴിയാകുന്നത് അത് യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോഴാണ്. കുരുടൻ യേശുവിനെ അനുഗമിച്ചു. ആമേൻ, ഹല്ലേലൂയ. ലൂക്കോസ് 18:43 അവിടെ അവസാനിക്കുന്നില്ല. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു, ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ഇതാണ് റിയൽ മിറാക്കിൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യാഥാർത്ഥമായ അത്ഭുതത്തിൽ ഇതുണ്ടാകണം. ദൈവത്തിൽ നിന്നും വരുന്ന അത്ഭുതങ്ങളിൽ ഇത് സംഭവിക്കാറുണ്ട്. ആമേൻ. കാഴ്ച കിട്ടിയ ശേഷം യേശുവിനോട് വിട പറഞ്ഞ് പഴയ ജീവിതത്തിലേക്ക് അവൻ പോയില്ല. ആമേൻ. ഒരു ഹീലിങ്ങിൽ നിന്നും അവനൊരു ഫോളോവിങ്ങിലേക്ക് മാറി. അവിടുന്ന് ഒരു ഗ്ലോറിഫൈയിങ്ങിലേക്ക് അവൻ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. സൗഖ്യമാവുക, പിന്തുടരുക, മഹത്വീകരിക്കുക. ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ നിങ്ങളോട് പറയുന്നത് നീ തകരുമെന്നോ നീ ബന്ധിക്കപ്പെടുമെന്നോ രക്ഷപ്പെടുകയില്ലെന്നൊക്കെ ആകാം. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, അവസ്ഥയെ ദൈവം മാറ്റും. യേശു അതിനെ പരിഹരിക്കും. യേശു അത് പരിഹരിച്ചാൽ ഞാൻ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങുമെന്ന് നീ തീരുമാനിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ കർത്താവിനെ മഹത്വീകരിക്കുമെന്നുള്ളതായ ഒരു തീരുമാനം നിങ്ങൾക്ക് സ്വയം വേണം. അത്ഭുതത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നതല്ല, കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് പിന്തുടരുന്നു എന്നതാണ് അത്ഭുതത്തിൻ്റെ യാഥാർത്ഥമായ ചോദ്യം. അതിനാൽ യേശുവിനെ കൂടാതെ, അതായത് ഒരു ഡിസേബിൾഷിപ്പ് കൂടാതെയുള്ളതായ മിറാക്കിളുകൾ അതൊന്നും യാഥാർത്ഥ്യമല്ല. കാഴ്ച ലഭിച്ചത് അവൻ്റെ ശരീരത്തെ മാത്രമല്ല മാറ്റിയത്, അവൻ്റെ ജീവിതത്തെ മാറ്റി. യേശുവിനെ അനുഗമിച്ചത് അവൻ്റെ ഡയറക്ഷൻ മാറ്റി. ആമേൻ. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, കാഴ്ച ലഭിച്ചു, അതവൻ്റെ ശരീരത്തെ മാറ്റി. അവൻ യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു. ആ തീരുമാനം അവൻ്റെ ജീവിതത്തിൻ്റെ ഡയറക്ഷനെ തന്നെ മാറ്റി. സ്വകാര്യമായ ഒരു അത്ഭുതം പൊതുവായൊരു ആരാധനയായി മാറേണ്ടതായിട്ടുണ്ട്. നിൻ്റെ ശരീരത്തിൽ നടന്നൊരു വിടുതൽ ജനസാഗരങ്ങൾ കർത്താവിനെ സ്തുതിക്കാനൊരു കാരണമായി മാറേണ്ടതുണ്ട്. നിൻ്റെ വീട്ടിൽ നടന്ന ദൈവപ്രവൃത്തി പൊതുസമൂഹങ്ങൾ ക്രിസ്തുവിനെ മഹത്വം അറിയേണ്ടതിനൊരു കാരണമായി തീരേണ്ടതായിട്ടുണ്ട്. ഈ വചനത്തിൻ്റെ അവസാന ഭാഗം ഭയങ്കരമായൊരു വിപ്ലവകരമായൊരു പ്രസ്താവന നടത്തുന്നു. ജനമെല്ലാം കണ്ടു, ദൈവത്തെ സ്തുതിച്ചു. പലപ്പോഴും നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് നീ മാത്രം കാണുന്നു. കാണേണ്ട പലരും അത് കാണുന്നില്ല. ദൈവം നിനക്ക് ചെയ്ത ഉപകാരങ്ങൾ, ദൈവം നിനക്ക് നൽകിയ നന്മകൾ,
കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ചെയ്തതായ വിടുതലുകൾ അത് നിന്നിൽ ഒതുങ്ങരുത്. ശ്രദ്ധിക്കുക, ഒരാൾക്ക് കാഴ്ച കിട്ടി, പക്ഷേ ഒരു ജനക്കൂട്ടം ദൈവത്തെ സ്തുതിച്ചു. ഇതാണ് റിവൈവലിൻ്റെ റിയൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി നടന്നാൽ അത് ജനക്കൂട്ടങ്ങൾ കർത്താവിലേക്ക് തിരിയാൻ, അനേകായിരങ്ങൾ യേശുവിലേക്ക് കരഞ്ഞടുക്കാൻ, അനേകർ അത് പാപത്തിൻ്റെ വഴികൾ വിട്ട് ദൈവത്തിലേക്ക് തിരിയാനുള്ള ഒരു മൂല കാരണമായി മാറണം. സൗഖ്യം നേടി ഒരു ദൈവപ്രവൃത്തി നടന്നു എന്നുള്ളതിൻ്റെ കയ്യടി കൊണ്ടോ വീശൽ കൊണ്ടോ ഒരു പരിപാടിയും തീരുന്നില്ല. നിങ്ങൾ ദൈവം ചെയ്ത പ്രവൃത്തി മറ്റുള്ളവരുടെ ദൈവബോധത്തെ കൂടെ ഉണർത്തേണ്ടതായിട്ടുണ്ട്. അന്ധൻ്റെ കണ്ണുകൾ തുറന്നപ്പോൾ അവൻ മാത്രം ഒരു പുതിയ ലോകം കണ്ടില്ല, ജനക്കൂട്ടവും യേശുവിനെ പുതിയ രീതിയിൽ കാണാൻ തുടങ്ങി. ഇന്ന് രാവിലെ അന്ധൻ കണ്ടു എന്നതുള്ളതല്ല, അവൻ കണ്ടതിലൂടെ ജനക്കൂട്ടവും ദൈവത്തെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് ഇന്ന് രാവിലെ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളിൽ ഒതുങ്ങരുത്. നിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തി നിനക്ക് മാത്രം കാണാനുള്ളതായിരിക്കുകയില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ, ഇന്ന് രാവിലെ ദൈവം നിങ്ങളുടെ വീട്ടിൽ, നിൻ്റെ സ്ഥാപനത്തിൽ, നിൻ്റെ ലൈഫിൽ ചെയ്യാൻ പോകുന്ന കാഴ്ച, ആ പ്രവൃത്തി നിനക്ക് മാത്രം കാണാനുള്ളതല്ല. നിങ്ങളിലൂടെ ദൈവത്തെ നോക്കുന്നവർക്കും ദൈവത്തെ കാണാനുള്ളൊരു തെളിവായി അത് മാറും. ഒരാളുടെ കണ്ണ് തുറന്നപ്പോൾ ഒരു ജനക്കൂട്ടത്തിൻ്റെ വായ് തുറന്നു. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യേശുവേ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്യുന്ന അടുത്ത പ്രവൃത്തി എന്തായാലും അതിനാൽ ഞാൻ അങ്ങയെ സാക്ഷീകരിക്കുകയും അനേകർ അങ്ങയെ മഹത്വീകരിക്കുകയും ചെയ്യുന്നതിന് അതൊരു കാരണമായി തീരും. ഈ ദൈവപ്രവൃത്തിക്ക് എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പലരുടെയും ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ നടന്ന് പിന്നൊന്നും നടക്കുന്നില്ല. നീ ദൈവത്തിന് മഹത്വം കൊടുക്കാഴികയാലാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ അവസ്ഥകൾ അങ്ങനെ തന്നെ തുടരുന്നത്. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും. എങ്ങനെ? നീ സ്വയം സാക്ഷീകരിച്ചാൽ അടുത്ത സാക്ഷ്യത്തിനുള്ള അവസരവും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നമ്മുടെ ശുശ്രൂഷ നിമിത്തം ഒരുപാട് നന്മകളും വിടുതലുകളും അനുഭവിച്ചവർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ഈ വചനത്തിൻ്റെ വെളിപ്പാടിൽ ഞാൻ പറയുന്നു, നിങ്ങൾ വന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് സഭയിൽ സാക്ഷീകരിക്കണം. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പിൻ, യഹോവ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.